നമസ്കാരം. ഞാൻ സന്തോഷം പരത്ര. ഇന്ന് നമ്മൾ പറയുന്നത് പുതുവർഷ ഫലങ്ങളാണ്. നമുക്കറിയാം, എല്ലാ നക്ഷത്രങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ കൂറുകളുടെയും പൊതുവായിട്ടുള്ള ഫലങ്ങൾ പറയുന്നത് ഗ്രഹങ്ങളുടെ ചാര ഫലങ്ങളെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ നമ്മൾ കണക്കാക്കുന്നത് വ്യാഴത്തെയും ശനിയെയും പിന്നെ രാഹുവിനെയൊക്കെ ഏതൊക്കെ ഭാവങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ രാശികളിൽ സഞ്ചരിക്കുന്നു, ഇത് നമ്മുടെ കൂറിൻ്റെ എത്രാമത്തെ രാശികളാണ് എന്നൊക്കെ നോക്കി ആണ് നമ്മൾ കൂറുഫലങ്ങൾ പറയുന്നത്, പൊതുവെ വർഷഫലങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് നോക്കാൻ ഉദ്ദേശിക്കുന്നത് പുണർദം നക്ഷത്രമാണ്. അപ്പോൾ നമുക്കറിയാം, നക്ഷത്രഘടനയിലെ 6ാമത്തെ നക്ഷത്രമാണ് പുണർദം. അപ്പോൾ പുണർദം നക്ഷത്രക്കാര് നമുക്ക് നോക്കുമ്പോൾ മിഥുനക്കൂറിലാണ് വരുന്നത്. അതിൻ്റെ 45 ഡിഗ്രി മിഥുനത്തിലും 15 ഡിഗ്രി കർക്കിടകത്തിലുമായിട്ട് പകർന്നു കിടക്കുന്ന നക്ഷത്രമാണ് പുണർദം. അപ്പോൾ ഒരേ നക്ഷത്രം തന്നെ രണ്ട് രാശികളിൽ സ്ഥിതി വരികയാൽ രണ്ട് തരം ഫലങ്ങളായിരിക്കും ഈ പുണർദത്തിന് സാധാരണ വരുന്നത്. ഒന്ന് മിഥുനക്കൂറിൻ്റെ ഫലവും ഒന്ന് കർക്കിടകക്കൂറിൻ്റെ ഫലവും. അപ്പോൾ ഇത് പൊതുവെ നമ്മൾ പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗുണവും ദോഷവും ഈ നക്ഷത്രക്കാർക്ക് രണ്ടിൻ്റെയും രാശികളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരാം. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത് അറിയണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ജ്യോതിഷിയെ സമീപിച്ചിട്ട് നിങ്ങൾ ഏത് കൂറിലാണ്, മിഥുനക്കൂറിലാണോ പിന്നെ കർക്കിടകക്കൂറിലാണോ എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ഫലങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ഇത് കോമൺ ആയിട്ട് പറയുന്ന ഫലങ്ങളാണ്. അപ്പോൾ പൊതുവെ പറയുമ്പം പുണർദം നക്ഷത്രക്കാർക്ക് 2026 എങ്ങനെയാണ് ശുഭമായാലും അശുഭമായാലും ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. പൊതുവെ ഇവർക്ക് പലതരത്തിലും സാമ്പത്തിക അഭിവൃദ്ധികൾ വരുന്ന ഒരു കാലഘട്ടമായിട്ട് 2026 നമുക്ക് നോക്കി കാണാൻ പറ്റും. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ട് 2026 മാറുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് നമുക്ക് നോക്കി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ശത്രുതാ ദോഷങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്ന് ശമനം ഉണ്ടായിരുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. എന്നിരുന്നാലും പഴയ ശത്രുക്കൾ വരാനും പുതിയ ശത്രുത ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ച് ക്ലേശങ്ങൾ ഇല്ലാതിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ, വയറ്, കണ്ണ്, നെഞ്ച്, പല്ല്, അസ്ഥി ഇത് സംബന്ധമായ പ്രയാസങ്ങൾ, അസുഖങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതൽ സമയമാണ്. അപ്പോൾ ആഹാര കാര്യങ്ങളും വ്യായാമവും ഒക്കെ നമ്മളൊന്ന് പിന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ രോഗദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ കേസ് വഴക്കുകളിലൊക്കെ പോയി ചാടുവാനും അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് സാക്ഷിയായിട്ടാണെങ്കിൽ പോലും പിന്നെ നമ്മളെ പേര് കൂടെ ഉൾപ്പെടുത്തുവാനൊക്കെ ഉള്ളൊരു സാധ്യതയുള്ള കാലഘട്ടമായതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പെറ്റി പോലുള്ള വിഷയങ്ങൾ നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ പോകേണ്ട ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പാർക്കിംഗ് ഒക്കെ ഏതാ സ്ഥാനത്ത് വെക്കുക, ടൂ വീലർ ഉപയോഗിക്കുന്നവർ ഹെൽമെറ്റ് പോലുള്ള അത്യാവശ്യമായ കാര്യങ്ങൾ കയ്യിൽ കരുതുക. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമ നടപടികളിൽ നിന്ന് ഒരു പരിധി വരെ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും. പിന്നെ തൊഴിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ചെലവുകൾ കൂടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് അതും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചിലവാക്കുക. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നിറവേറ്റുകയും ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സമയമെടുത്ത് അതിന് ചിലവുകൾ ചെയ്യുകയും ചെയ്യുക. വരുമാനം പ്രത്യേകിച്ച് നമുക്ക് കൂടുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് 10ലെ ശനി കണ്ടകശനിയായിട്ട് പറയുന്നുണ്ട്. കാര്യതടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അരയ്ക്ക് താഴെ, കാലിന്, മുട്ടിന് ഒക്കെ രോഗദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടെന്ന് കണ്ടിന്യൂറ്റി ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദീർഘരോഗങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ചികിത്സകളൊക്കെ ഒരു പരിധിവരെ ആശ്വാസം നൽകുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ സമയം കണ്ടുവരുന്നു. അതുപോലെ തന്നെ കലാകായിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്
വലിയ കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടമാണ് 2026 എന്ന് പറയുന്നത്. അവർക്ക് അത്യാവശ്യം പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനും പിന്നെ വലിയ അല്ലാതെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ നേടാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് പുണർദം മിഥുനക്കൂറുകാർക്ക് കാണുന്നു. കർക്കിടകക്കൂറുകാർക്ക് ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ധനലാഭവും ഗൃഹനിർമ്മാണത്തിലും വിവാഹം പോലുള്ള വിഷയങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതൊക്കെ മംഗളകരമായിട്ട് നടക്കാനും യാത്രയ്ക്കും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉചിതമായ ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാപരമായ കാര്യങ്ങൾക്കെല്ലാം ഉയർച്ച വരുന്ന ഒരു കാലഘട്ടമാണ്. മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ വരുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ സമയം കാണുന്നുണ്ട്. നമുക്ക് മിഥുനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ തൊഴിൽ തന്നെ നമുക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നത് നമുക്ക് അങ്ങോട്ടുള്ള പ്രയാസങ്ങൾ മാറുവാൻ സഹായിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് ഏജന്റ് വഴി പറ്റിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ വിദേശ യാത്രകളൊക്കെ കൈകാര്യം ചെയ്യാൻ. പിന്നെ പുതിയ പ്രോജക്റ്റുകളൊക്കെ തുടങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പലതരത്തിലുള്ള തടസ്സങ്ങളും കാണുന്നത് കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും രണ്ടു വശവും ഗുണവും ദോഷവും ഒക്കെ പഠിച്ചതിന് ശേഷം ബിസിനസ്സിലോട്ട് ഇറങ്ങുക. ചില കൈനഷ്ടങ്ങളും പരാജയങ്ങളൊക്കെ വരുവാനുള്ള സൂചനയെ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ലാഭം മാത്രം പ്രതീക്ഷിച്ച് പലതും നോക്കുമ്പോൾ തിരിച്ചടികൾ കിട്ടുവാനുള്ള ഒരു സാധ്യതയും കൂടെ ഉള്ള കാലഘട്ടം ആണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പം നമ്മൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലതായാലും ചീത്തയായാലും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നമ്മൾ ഈസി ആയിട്ട് കാര്യങ്ങൾ ലഘൂകരിച്ച് കാണാതിരിക്കുക. സമയം കുറച്ച് അനുകൂലം അല്ല എങ്കിൽ തന്നെയും ഈശ്വര പ്രീതിയും അല്ലെങ്കിൽ നമ്മുടെ ദൃഢനിശ്ചയവും അടിയുറച്ച ആത്മവിശ്വാസവും ഒക്കെ കൊണ്ട് നമുക്കിതിനെ മറികടന്ന് പോകാം. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഭജിക്കുക. വിഷ്ണുവിനെ വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് തുടങ്ങിയവ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഒരു പരിധി വരെയുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ശനീശ്വര ഭഗവാന് നീരാഞ്ജനം നടത്തുക, ശിവന് ജലധാര, കൂവളമാല, പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, കുടുംബദേവതയുടെ പ്രീതി വരുത്തുക, ദേവിക്ക് കടും പായസവും ചുമന്ന പട്ടും വിളക്കിനുള്ള എണ്ണയോ നെയ്യോ ഒക്കെ വാങ്ങിക്കൊടുത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബദേവതയെ ഭജിക്കുന്നത് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദുരിതങ്ങൾ മാറാനും നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന പല വിഷയങ്ങളിലും ഒരു മാറ്റം വന്ന് മുന്നേറാനും ജീവിതത്തിൽ വിജയം കൈവരിക്കാനും കുടുംബത്തിലുള്ള അലച്ചിലും കലഹങ്ങളൊക്കെ മാറി നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ജഗദീശ്വരൻ സഹായിക്കട്ടെ. പുണർദ നക്ഷത്രക്കാർക്ക് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.